LD ക്ലാർക്കുമാർക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കാൻ കമ്പ്യൂട്ടർ വേഡ് ആപ്ലിക്കേഷൻ നിർബന്ധമില്ലെന്ന് സർക്കാരിൻ്റെ ഉത്തരവ് വന്നു. എന്നാൽ ഒരു മിനിറ്റിൽ കുറഞ്ഞത് 15 മലയാളം വാക്കും 20 ഇംഗ്ലീഷ് വാക്കും ടൈപ്പിംഗ് വേഗം വേണമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. വേഡ് ആപ്ലിക്കേഷനോ തത്തുല്യ യോഗ്യതയോ വേണമെന്നായിരുന്നു നേരത്തെയുള്ള സർക്കാരിൻ്റെ നിർദ്ദേശം. ഇതിൽ പരാതി ഉയർന്നതോടെയാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. സലീം മാലിക് പെട്ടെന്ന് വിവരങ്ങൾ നൽകും. പറയൂ സലീം മാലിക്. LD ക്ലർക്കുമാർക്ക് മലയാളവും ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യാൻ അറിയണം എന്നുള്ളൊരു ഉത്തരവ് അത് സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നതാണ്. പക്ഷേ ആ ടൈപ്പ് ചെയ്യാൻ അറിയേണ്ടത് വേഡ് ആപ്ലിക്കേഷനിലൂടെയോ അതല്ലെങ്കിൽ തത്തുല്യമായ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ യോഗ്യതയിലൂടെ ആവണം എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള തീരുമാനം. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ 2022 മുതൽ ജോലിയിൽ പ്രവേശിച്ചവർക്ക് ഇത് നിർബന്ധമാക്കുകയും ചെയ്തു. അത് കാരണം 2022 ജോലിയിൽ പ്രവേശിച്ചവർ 2 വർഷത്തെ പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കിയിട്ടും ആ പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കിയെന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതോടുകൂടിയാണ് അത്തരത്തിലുള്ള ജീവനക്കാർ തന്നെ പരാതി നൽകിയത്. കാരണം വേഡ് ആപ്ലിക്കേഷൻ അല്ലാതെ മറ്റു പല ആപ്ലിക്കേഷനിലൂടെയും മലയാളവും ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യാൻ തങ്ങൾക്കറിയാം എന്ന് കാണിച്ചായിരുന്നു ഈ പരാതി. അങ്ങനെ സർക്കാർ ആ പരാതി ഗൗരവത്തിൽ പരിശോധിക്കുകയും അതിനുശേഷം ഒരു എത്തുകയും ചെയ്തതാണ്. മുൻപത്തെ കാലം പോലെയല്ല, നിരവധി ആപ്ലിക്കേഷനുകൾ മലയാളം ടൈപ്പ് ചെയ്യാൻ ഉൾപ്പെടെ കമ്പ്യൂട്ടറിലുണ്ട്. മാത്രമല്ല ആ ആപ്ലിക്കേഷനുകളും കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയവും ഒക്കെ ഏറെക്കുറെ എല്ലാ ജീവനക്കാർക്കുമുണ്ട്. അത് നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കാൻ അറിയണം. പക്ഷേ മലയാളത്തിൽ അത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എന്നൊരു നിർബന്ധം സർക്കാർ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ 15 മലയാളം വാക്കുകളും 20 ഇംഗ്ലീഷ് വാക്കുകളും, അത് ഏത് ആപ്ലിക്കേഷനിലൂടെ ആയാലും ആ ടൈപ്പിംഗ് വേഗം ഉണ്ടെങ്കിൽ പ്രൊബേഷൻ പീരീഡ് അംഗീകരിക്കാൻ കഴിയും, അതല്ലെങ്കിൽ ജോലിയിൽ തുടരാം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല പുതുതായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ഈ നിയമമാണ് ബാധകമായി വരികയും ചെയ്യുന്നത്. സർക്കാർ ഈ പരാതികൾ ഉൾപ്പെടെ ഗൗരവത്തിൽ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. താങ്ക് യു സലീം മാലിക്. VP ബേബി പറയുന്നു, മാധ്യമ പ്രവർത്തകരെ മുഖത്തു നോക്കി കൈകാര്യം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് ഒരു അന്തിച്ചർച്ചയില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം ഓർമ്മിച്ചോളണം. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവർ ഏത് കൊമ്പത്തുള്ളവരായാലും അവരെ കൈകാര്യം ചെയ്ത് കളയും എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവർ പേടിച്ച പോലെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊന്നും അങ്ങനെ ആരും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നതാണ് സത്യം. കാര്യം ഈ മാധ്യമപ്രവർത്തകരൊക്കെ ഈ പേന ഉന്താൻ തുടങ്ങിയിട്ടും ഈ വീഡിയോ പറയാൻ തുടങ്ങിയിട്ടും ഒരുപാട് കാലമായിരുന്നു. ഇങ്ങനെ എത്രയോ പ്രസിഡന്റുമാരെ ഇവർ കണ്ടതാണ്.